ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് രചന ആകാശിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രചന ആകാശിനോട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ കൂടെ ഞാൻ ജീവിക്കൂല, നീ എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആകാശാണെന്നുണ്ടെങ്കിൽ സത്യം തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആകാശ് ഒരിക്കലും ആദ്യം കൊല്ലാൻ ശ്രമിച്ചതല്ല, മദ്യപിച്ചതിൻ്റെ ആയൊരു ഓർമ്മയില്ലായ്മയിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. കുറച്ച് ഓവറായിട്ട് മദ്യപിച്ചു, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതല്ല, അത് ഞാനൊരിക്കലും ആദ്യം കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രചനയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ആകാശ് തന്നെ ചതിച്ചു എന്ന് തന്നെ വിശ്വസിച്ച ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെപ്പോലെ ഒരു നായരുടെ കൂടെ ഞാൻ ഇനി ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിൻ്റെ ആകാശം പോയിട്ട് വീണ്ടും രചനനെ ഒന്ന് മയപ്പെടുത്താനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. താനൊന്ന് വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, മഹേഷിനെ ഞാൻ ചതിക്കും എന്നുള്ള കാര്യം സത്യമാണ്, അത് തനിക്കും അറിയാം. മഹേഷിനെ ചതിക്കാൻ വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവൻ എൻ്റെ ശത്രു തന്നെയാണ്. പക്ഷേ ഒരിക്കലും അതിനോട് ഞാൻ അങ്ങനെ പെരുമാറില്ല. അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് അവനെ കൊല്ലാനായിട്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ രചനയോട് ആകാശ് ചോദിക്കുകയാണ്. എന്നാൽ ആകാശ് എന്നോട് അതൊക്കെ മറച്ചു വെച്ചത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ ശരിയാണ്, ഞാനത് മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്, അത് വേറൊന്നുമല്ല, നീ അതെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ പ്രതികരിക്കുന്നു അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കറിയാം ആദ്യം നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആദ്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് സഹിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിനും ഒരു ഫലം കണ്ടില്ല. പിന്നീടാണ് ഈ സംഭവമൊക്കെ അറിഞ്ഞത്. പക്ഷേ എൻ്റെ കാറാണ് അടിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിട്ടുപോകും, നീ എന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല രചന എന്നൊക്കെ പറഞ്ഞ് രചനനെ മയപ്പെടുത്താനായിട്ടൊരു ശ്രമമൊക്കെ ആകാശ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം രചന ഈ ആകാശിൻ്റെ ആ വാക്കുകളിലൊക്കെ വീഴാണ്. മാത്രമല്ല രചനയ്ക്ക് പോകാനായിട്ട് ഒരു ഇടവുമില്ല. അതിനെയും കൊണ്ട് എവിടേക്ക് പോകും, എങ്ങനെ നോക്കും എന്നൊക്കെ എങ്ങനെ ആലോചിക്കുകയാണ്. അതിനെ താൻ നോക്കിക്കോളാം എന്നൊക്കെ വെല്ലുവിളിച്ചെങ്കിലും കൂടിയിട്ട് രചനയ്ക്ക് പോകാനായിട്ട് സ്ഥലമൊന്നുമില്ലല്ലോ. മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് ഒരിക്കലും പോകാനായിട്ട് കഴിയില്ല. അവിടെ ഇഷിത എന്തായാലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇഷിത തിരികെ വരികയും ചെയ്തല്ലോ. വന്നില്ലായിരുന്നെങ്കിൽ പിന്നെയും തനിക്ക് പോകാമായിരുന്നു. പക്ഷേ ഇനി തനിക്ക് പോകാനൊരു സ്ഥലമൊന്നും ഇല്ല എന്നുള്ളൊരു സത്യമൊക്കെ രചന മനസ്സിലാക്കുകയാണ്. അവസാനം ആകാശിൻ്റെ വാക്കുകൾ എന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ആകാശ് മാപ്പ് പറയുകയും ചെയ്തു, അറിയാതെ പറ്റിപ്പോയാണെന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം ഇഷിതയും അതുപോലെ മഹേഷും കൂടുതൽ അടുക്കാണ് കേട്ടോ. കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ആദിയെ തൻ്റെ മകനായി സ്വീകരിക്കാം എന്നുള്ളൊരു വാക്കും കൂടി മഹേഷിന് ഇഷിത കൊടുക്കുകയാണ്. ഇഷിത പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്കിനി അങ്ങോട്ട് ഒരുമിച്ച് യാത്ര തുടങ്ങാമെന്ന് പറയുകയാണ്. അതിന് ശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ്. മഹേഷ് ഇഷിതനെ തോളിൽ ചേർത്ത് പിടിച്ച് കാറിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഇഷിത ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറയുന്നുണ്ട്. ഞാനൊരിക്കലും പ്രസവിക്കാത്തവളാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അമ്മയാകാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മഹേഷിന് ഭയങ്കര സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ മഹേഷ് പറയുന്നത് മൊത്തത്തിൽ നല്ലൊരു ദിവസം തന്നെയാണ്, താൻ എങ്ങനെയാണ് പ്രതികരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. എന്നെ വിട്ട് താൻ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം തന്നോട് ഞാൻ ചെയ്തത് അത് ചതി തന്നെയാണ്. ആദ്യം എന്നൊരു മകൻ എനിക്കുണ്ട് എന്ന് ഞാൻ മറച്ചു വെച്ചത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ താൻ എന്നെ ചിപ്പിനെ ഉപേക്ഷിച്ച് പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ആദ്യം കൂടി താൻ മകനായി സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഒന്നിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഹേഷ് പറയാണ്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, ആദ്യനെ നമുക്ക് സ്വന്തമാക്കണം, അവൻ എൻ്റെ മകനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ അടുത്തേക്ക് വരണം. രചന അവനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. മാത്രമല്ല ആകാശ് അവനെ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കും, ഡ്രിങ്ക്സ് കഴിക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു മോശപ്പെട്ട ഒരാളായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം സ്വന്തമാക്കണം, ആദ്യം നമുക്ക് തിരികെ കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ മഹേഷ് പറയാണ്, എന്നെ അവന് വെറുപ്പാണ്, ദേഷ്യമാണ്, രചനയുടെ കീഴിലാണ് അവൻ വളരുന്നത്, അതുകൊണ്ട് തന്നെ അവൻ എന്നോട് സ്നേഹമായിട്ട് പെരുമാറാറൊന്നുമില്ല. അന്ന് തൻ്റെ കൂടെ വന്നപ്പോൾ അവൻ്റെ ഓർമ്മ നശിച്ചു പോയത് കൊണ്ട് മാത്രമാണ് അവൻ എന്നോട് സ്നേഹമായിട്ട് പെരുമാറിയതെന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നത് വിഷമിക്കൊന്നും വേണ്ട, ചിപ്പിയെ നമുക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ നമുക്ക് ആദ്യം വാങ്ങിച്ചെടുക്കാം, ആദ്യം നമ്മൾ സ്വന്തമാക്കാം, അതിനുശേഷം ആദ്യം നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ ഇഷിത വാക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം സ്വപ്നവലി രാമനാഥനൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇഷിത വരുമ്പോൾ ഇനി എന്ത് തീരുമാനം എടുത്തിട്ടായിരിക്കും വരിക, ഇഷിത മഹേഷിനെയും ചിപ്പിനെയും ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, എന്തായാലും ഇഷിത വന്നതിന് ശേഷം മഹേഷ്
മഹേഷും വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നൂറിലാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പ്രിയാമണിനോടും കൂടിയിട്ട് പറയാണ്. പ്രിയാമണിനോട് മാഷ് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു മകളുള്ളത് നമുക്ക് അത്രയും സന്തോഷമല്ലേ, നല്ലൊരു മോളല്ലേ മഹേഷിനുള്ളത്, അതുപോലെ തന്നെ ഒരു മകനെയും കൂടി കിട്ടിയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. മകനോ, ഏത് മകൻ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, താൻ ചൂടാവരുത്, പൊട്ടിത്തെറിക്കൊന്നും ചെയ്യരുത്, താൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് മഹേഷിന് ആദി എന്നൊരു മകനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം പ്രിയാമണിനോടും കൂടി മാഷ് പറയാണ് കേട്ടോ. ഒരു മകൾക്ക് പുറമെ ഒരു മകനെയും കൂടി നമ്മുടെ മോൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയാമണിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഷ് എന്തീ പറയുന്നത്, സത്യം തന്നെയാണ്. അതെ, 10 വയസ്സായൊരു മകൻ കൂടി മഹേഷിനുണ്ട്. ആ സത്യം അറിഞ്ഞിട്ടാണ് ഇഷിത കുറച്ച് 2-3 ദിവസം ഇവിടുന്ന് മാറി നിന്നത്. പക്ഷെ അവൾ മൈൻഡൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് വന്നത്. ആ മകനെ കൂടെ സ്വീകരിക്കാനായിട്ട് ഇഷിതയുടെ മനസ്സ് പാകപ്പെടുത്തിയിട്ടാണ് അവൾ വന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ജീവനാണ്, ഉണ്ടാവില്ല എന്നുള്ളൊരു വേദന എൻ്റെ മകളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവൾക്ക് വലിയൊരു സന്തോഷ വാർത്ത തന്നെയായി അവൾ മാറ്റിയത്. എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അവൾ പോസിറ്റീവായിട്ട് മാറ്റി അവളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹേഷും ഇഷിതയും കൂടിയിട്ട് രാത്രി വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് രാമനാഥനും സ്വപ്നവലിയും നോക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ സ്വപ്നവലിക്ക് രാമനാഥനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അനിഷിത മുറിക്ക് പോകുമ്പോൾ എന്തായി മോനെ കാര്യങ്ങൾ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല ഇഷിത നമ്മളെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ വെച്ചാന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ മോനെ, എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ആദ്യം കൂടി മകനായിട്ട് സ്വീകരിക്കാൻ ഇഷിത തയ്യാറായി അച്ഛാന്ന് പറയുന്നത്. സത്യമാണോ മോനെ ഈ പറയുന്നതെന്നൊക്കെ സ്വപ്നവലി ചോദിക്കുകയാണ്. സത്യമാണ് അമ്മേ, ഇഷിതയുടെ വലിയ മനസ്സാണ്. നമ്മൾ കണ്ടതിനേക്കാളൊക്കെ അത്രയും വലിപ്പമുള്ളൊരു മനസ്സാണ് ഇഷിത. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടും ആദ്യം കൊണ്ട് മാപ്പ് പറയിച്ചിട്ടും ഇഷിത അതൊക്കെ മറന്ന് ആദ്യം മകനായിട്ട് സ്വീകരിക്കാൻ തയ്യാറായത് വലിയൊരു കാര്യം തന്നെയാണെന്നൊക്കെ പറയട്ടോ. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആദ്യം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ഇഷിത പറഞ്ഞിട്ടുണ്ട്, ഇഷിതയ്ക്ക് വാക്ക് തന്നിട്ടുണ്ട്, ആദ്യം കൂടി നമുക്ക് സ്വന്തമാക്കാം, രചനയുടെ കീഴിൽ നിന്ന് ആദ്യം എത്രയും പെട്ടെന്ന് നമുക്ക് നേടിത്തരുമെന്ന് തന്നെയാണ് ഇഷിത പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോൾ സ്വപ്നവലിക്ക് രാമനാഥനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇഷിതനോട് മാപ്പ് പറയാനായിട്ട് ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ്. ഒരു ബെഡിൽ ഇങ്ങനെ റോസാപ്പൂക്കൾ കൊണ്ട് സോറി എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലവിൻ്റെ ചിഹ്നമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു ദിവസം മഹേഷും ഇഷിതയും തമ്മിലുള്ള ഒരു പ്രണയം കൂടെ തുടങ്ങാൻ കേട്ടോ. രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ജീവിതം പ്രണയമൊക്കെ തുടങ്ങാൻ കേട്ടോ. മഹേഷ് ഇങ്ങനെ റൂമിൽ ഇഷിതനെ കാത്തു നിൽക്കുന്നതും ഇഷിത വരുമ്പോൾ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷിത മഹേഷ് പറയുന്നുണ്ട്, ഇത്രയും നാൾ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കാലം തെറ്റി പെയ്ത മഴ പോലെ നമ്മളും കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇഷിതയും പറയുന്നുണ്ട് കേട്ടോ. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം എല്ലാം മറന്ന് ഒന്നാവുകയാണ്. ഇതേ സമയം ആകാശും രചനയും ആകെ ടെൻഷനും വിഷമാണ് കേട്ടോ. കാരണം ഇഷിതയും മഹേഷും വീണ്ടും ഒന്നായി എന്നുള്ളൊരു കാര്യമൊക്കെ ആദ്യമല്ല ആകാശും രചനയും അറിയണം. അപ്പോൾ രചന ആകാശിനോട് പറയാണ്, അവർ പ്രണയ ജോഡികളായി കഴിഞ്ഞു, ഇനി അവർ രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചായിരിക്കും നമുക്കെതിരെ പോരാടാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇഷിത ഇത്രയും നാളും മഹേഷിൽ നിന്ന് അകന്ന് നിന്നിരുന്നു എന്നുള്ളൊരു വാർത്ത അത് രചനയെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു ന്യൂസും കൂടെ കേട്ടതോടുകൂടി രചന ആകെ തകർന്നു പോകുകയാണ്.